എന്താണ് ഒക്കുലാർ അലർജി? ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജശ്രീ, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളിയിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒക്കുലാർ അലർജി അഥവാ കണ്ണിലെ അലർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ഒക്കുലാർ അലർജി? ഇത് സാധാരണയായി സൂര്യൻ താഴെ എന്തിനോടും വരാമെങ്കിലും കോമൺ ആയിട്ട് കാണുന്നത് ഡസ്റ്റ് അഥവാ പൊടിപടലങ്ങൾ, പൂമ്പൊടി, വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള അലർജി, ചില ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള അലർജി, ചില മെഡിസിനോടുള്ള അലർജി, ഇതൊക്കെയാണ് സാധാരണയായി കാണുന്നത്. ഇതൊരു അണുബാധയല്ല, പകരുന്ന രോഗവുമല്ല. ചിലർക്ക് ഇത് സീസണൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചിലർക്ക് റെഗുലർ ആയിട്ടും ഇത് വരാറുണ്ട്. എന്തൊക്കെയാണ് ഒക്കുലർ അലർജിയുടെ ലക്ഷണങ്ങൾ? ഇച്ചിങ് അഥവാ കണ്ണ് ചൊറിച്ചില്, ഫോറിൻ ബോഡി സെൻസേഷൻ അഥവാ കണ്ണിൽ മണ്ണിട്ട പോലെ, ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും, വെളിച്ചം കാണുമ്പോഴുള്ള പ്രയാസം, ചിലർക്ക് കൺപോളകളിൽ കുരുക്കളായിട്ട്, ചിലർക്ക് കണ്ണ് ചുവന്ന് തടിച്ചു വരിക, ചിലർക്ക് കണ്ണില് ഡിസ്ചാർജ്, ഒരു നൂല് പോലെ ഡിസ്ചാർജ് കാണുക, ഇതൊക്കെയാണ് വാട്ടറിങ്, വെള്ളം വരിക, ഇതൊക്കെയാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. സാധാരണയായി ഇത് കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിലും ഏത് പ്രായക്കാരിലും ഇത് കാണാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് സിമ്പിൾ ആയിട്ട് ഒരു ആന്റി അലർജിക്, ഒരു ആർട്ടിഫിഷ്യൽ ടിയേഴ്സ്, പിന്നെ കോൾഡ് കംപ്രസ്, ഐസ് പാക്ക് പോലെ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ചില കേസുകളിൽ മൈൽഡ് സ്റ്റീറോയിഡ്, സർഫസ് ആക്ടിംഗ് ആയിട്ടുള്ള സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, അവോയ്ഡ് ഐ റബ്ബിംഗ്, കണ്ണ് തിരുമുന്നത് ഒഴിവാക്കുക. കണ്ണ് തിരുമുന്നത് വഴി കൃഷ്ണമണിയിൽ മുറിവുകൾ ഉണ്ടാകാനും കാഴ്ചക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പലപ്പോഴും അലർജി എന്തിനോടാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. തിരിച്ചറിഞ്ഞവ ഒഴിവാക്കുക. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഉടനെ തന്നെ അടുത്തുള്ള ഒരു കണ്ണ് ഡോക്ടറിനെ കാണിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. നന്ദി.